ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിൻ്റെ ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ശാരിയും സരയും ഒക്കെ കൂടെ ആ വലിയ ക്രൂരത താരയോട് ചെയ്യുക. താരയെ തള്ളിയിട്ടിരിക്കുക. അത് കണ്ടതും താരയ്ക്ക് നല്ല വേദനയായി. താര അവിടെ നിന്ന് പതുക്കെ എഴുന്നേക്കാൻ പറ്റാതെ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്ക് ശാരി വന്നിരിക്കുന്നു. അവളുടെ മോളാണ് പോലും. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളെ അവളുടെ മോളാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? അത് കേട്ടതും രാഹുൽ, അതെ, ഇതേ എൻ്റെയും എൻ്റെ ശാരിയുടെ മോളാ. അതെങ്ങനെയാണ് നിൻ്റെ മോളാവുന്നത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലെ ഇനി ഈ വീടിൻ്റെ പടി കടന്ന എൻ്റെ സ്വഭാവം മാറും. അറിയാലോ ഞാൻ ആരാണെന്ന്. നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല, മനസ്സിലായോ? ഒരു കാര്യത്തിൽ ഇനി നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അപ്പോഴേക്കും കിരണം കല്യാണി ഓടി വരിക. ദേ വരുന്നു. നീയൊക്കെയാണോ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതിന് പ്രത്യേകം ചോദിക്കണോ? ആയിരിക്കും. ഇവനും കൂടെ ചേർന്നായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മളെ എങ്ങനെയെങ്കിലും തകർക്കണം, അതിനു വേണ്ടി. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സംസാരശേഷി ഇല്ലാത്തവൾ ഇവളാ. അപ്പോൾ ഇവളായിരിക്കും നിന്റെ വയറ്റിൽ ജനിച്ചത്. അതുകൊണ്ട് നീയേ ഇപ്പോൾ എന്നെ മോളെന്നും പറഞ്ഞ് വരുന്നുണ്ടല്ലോ, ആ വിളി അവളെ അങ്ങ് വിളിച്ചാൽ മതി. എടി, സംസാരശേഷി ഇല്ലാതെ ജനിച്ചത് നീയല്ലേടി. നിനക്ക് ഇപ്പോഴല്ലേ ശബ്ദം തിരിച്ചു കിട്ടിയത്? അങ്ങനെയുള്ളപ്പോൾ ഇവരെന്തിനാ ഞാനാണ് ഇവളുടെ മോളെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? നിന്റെ അമ്മയായിരിക്കും ഇത് എന്നൊക്കെ പറയാം. മതി, നിർത്ത്. കുറേ നേരമായി രണ്ടും കൂടി ഇരുന്ന് പറയാൻ തുടങ്ങുന്നു. താര ആൻറ്റി ആരുടെ അമ്മയായിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് യാചിക്കുമ്പോൾ അവരോട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവരെ തള്ളിയിടുകയാണോ വേണ്ടത്? ചെയ്യൂടി. ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. ഞങ്ങൾക്കിനി മേലും കീഴൊന്നും നോക്കാനില്ല. എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും. അല്ലെങ്കിൽ തന്നെ ആകെ മൊത്തത്തിൽ തകർന്നു നിൽക്കുക. അങ്ങനെ ഒരവസ്ഥയിലാണ് അവൾ, ഒരു പിച്ചക്കാരി എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. അതെ, ആൻറ്റിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആൻറ്റിയോട് ഞങ്ങൾ പറഞ്ഞതല്ലേ വെറുതെ അങ്ങോട്ട് പോകണ്ടെന്ന്. ഇനിയിപ്പോൾ ഇവൾ ആൻറ്റിയുടെ മോളാണെന്ന് ആൻറ്റി എത്ര പറയാൻ ശ്രമിച്ചാലും അതവർ സമ്മതിച്ചു തരില്ല. അതെ, ദേ ഒരു കാര്യം ഞാൻ പറയാം. ഈ നാട്ടിൽ പല നിയമങ്ങളും ഉണ്ട്, പല ടെസ്റ്റുകളും ഉണ്ട്. ആൻറ്റിയുടെ മോളാണ് നീയെന്ന് തെളിയിക്കാനുള്ള പല ടെസ്റ്റുകളും. അതെന്താ ചെയ്യണോ എന്നും കിരൺ ചോദിക്കുകയാണ്. ഒന്ന് പോടാ, നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ദേ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോളാണിത്. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോള്. ഇവളെ ഒരിക്കലും ഒരു ടെസ്റ്റിലൂടെയും എനിക്കറിയണ്ട ഇവളെൻ്റെ മോളാണെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു ടെസ്റ്റിനും വരത്തില്ലടാ. DNA എന്നല്ല, ഏത് കോർട്ട് ഓർഡർ ഇട്ടാൽ പോലും എനിക്ക് ഒരു പേടിയില്ല. എൻ്റെ മോളാണിതെന്നുള്ളൊരു ഇതിന് മാറ്റവുമില്ല. അത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, DNA ടെസ്റ്റിന് സമ്മതിക്കേ. താര ആൻറ്റിയുടെ ആണോ നിങ്ങളുടെ ആണോ ഈ മോളെന്ന് നമുക്ക് നോക്കാം. അത് കേട്ടതും എടാ, എൻ്റെ അമ്മയുടെ എല്ലാ ഗുണവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ എന്ത് ഗുണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്? ഞാനെന്താ ഭിക്ഷക്കാരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സരയോ ഒച്ചയിടുക. നീ ഭിക്ഷക്കാരിയല്ല, നിന്നെ വളർത്തിയത് ഇവരാ. അതുകൊണ്ട് ഇവരുടെ ഗുണം നിനക്ക് കിട്ടി. പക്ഷേ അത് താരയാൻ്റിയാണ് നിന്നെ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് കല്യാണിയെക്കാളും നല്ലൊരു പെണ്ണായിരുന്നു തന്നെ നീ. കാരണം അത്രയ്ക്ക് നല്ല മനസ്സുള്ള ഒരാളാ താരയാൻ്റി. അത് കേട്ടതും നീ ഈ ഭിക്ഷക്കാരിയുടെ പക്ഷം പിടിക്കുകയാണല്ലേ? പിടിച്ചോ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. നിൻ്റെ അച്ഛൻ്റെ പഴയ കാമുകിയായിരുന്നല്ലോ എന്നും സരയു. അത് കേട്ടതും ദേ ഇനി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യിലെ 5 വിരലും നിന്റെ കരണത്ത് പതിയും. എന്താ പതിയണോ? അമ്മയുടെ മോളുടെ കരണത്ത് എൻ്റെ വിരൽ പതിയണമെന്ന്? മൂത്തവരെ തല്ലി എനിക്ക് ശീലമില്ല. പക്ഷേ ഇങ്ങനെയാണ് വർത്താനമെങ്കിൽ മൂത്തവരെ തല്ലിയാലും കുഴപ്പമൊന്നുമില്ല എന്നും നമ്മുടെ കല്യാണി പറയുക. അത് കേട്ടതും നീ തല്ലടി, തല്ല്, എത്ര വേണമെങ്കിലും തല്ല്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ മോളാണെന്നങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തൂങ്ങിച്ചാകും. അത് കേട്ടതും താരയ്ക്ക് പേടിയായി. താര ആകെ പേടിയോടുകൂടെ, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട, ഞാൻ പോയിക്കോളാം. ആൻറ്റിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആൻറ്റിയുടെ മോൾ ഇനി സരയുവാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അത് കേട്ടതും എൻ്റെ അമ്മയോ? ദേ അവളുടെ മോളല്ല ഞാൻ എന്നും സരയു പറയും. അത് കേട്ടത് രാഹുൽ, അതെ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ഇവളി ഗേറ്റ് കടന്ന് വരരുത്. എൻ്റെ മോളുടെയും ഭാര്യയുടെയും സമാധാനം ഇല്ലാതാക്കാൻ. അങ്കളെ, അമ്മാവോ, കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഒരുപാട് അഹങ്കരിച്ചാലേ പല സത്യങ്ങളും വിളിച്ചു പറയേണ്ടി വരും ഞങ്ങൾക്ക്. അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ രാഹുൽ അങ്ങ് മാറി നിന്നു. മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറി നിന്ന നിങ്ങൾക്ക് നല്ലത്. അതല്ല, പ്രശ്നം ഉണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ, താരയാൻ്റിയെ വേദനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല.
എല്ലാ സത്യങ്ങളും നിങ്ങളുടെ ഭാര്യയും മോളും അറിയും. അത് കേട്ടതും ശാരിയും സരയും തിരിഞ്ഞ് രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കുക. എന്ത് സത്യം, എന്ത് സത്യം അറിയാമെന്നാണ് നീ പറയുന്നേ? ദേ കിരണേ, വെറുതെ നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് പോ. ഇവളെ പെണ്ണാണെന്ന് കരുതി എവിടെയും എന്തും കയറി സംസാരിപ്പിക്കാമെന്നാണോ നിന്റെ വിചാരം? ഇവള് പെണ്ണാണെന്ന് കരുതി എവിടെയും കയറി എന്തും സംസാരിക്കാന്നുള്ള വിചാരമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ എവിടെ എന്ത് സംസാരിക്കണം എന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. ഒരു പാവപ്പെട്ട പെണ്ണിനെ തള്ളിയിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ നോക്കി നിൽക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നും കിരൺ ചോദിക്കുക. അത് കേട്ടതും അതെ കിരണേട്ടാ, ഇവരെയൊന്നും മനുഷ്യരുടെ കൂടെ കൂട്ടാൻ കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് വല്ല കാട്ടിലെ മൃഗങ്ങളുടെ പേരായിരിക്കും ഇടേണ്ടത്. ഓ, കാട്ടിലെ മൃഗങ്ങൾക്ക് പോലും മനസാക്ഷി ഉണ്ടാവും, പക്ഷെ ഈ പറഞ്ഞ 3 ജന്മങ്ങൾക്കും അതില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും താരയോട്, വാ ആൻറ്റി, ഇനി മേലെ ആൻറ്റി ഇങ്ങോട്ട് വരണ്ട. ആൻറ്റിയുടെ മോളായിട്ടാണ് അവൾ വളർന്നതെങ്കിൽ അവൾ നല്ലവളായിരുന്നു തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൻറ്റി സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും അവൾ ആൻറ്റിയെ കൊല്ലും. അതിനേക്കാൾ നല്ലത് ആൻറ്റിയുടെ മോൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും താരയും കൂട്ടി അവിടെ ഒന്ന് പോവുക. അവർ പോയി കഴിഞ്ഞതും വന്നിരിക്കുന്നു. അതെ, ആ കിരണും കല്യാണിയും നിങ്ങളുടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ഞെട്ടിയത്? എന്ത് രഹസ്യം? എനിക്കങ്ങനെ അറിയാം എന്നും രാഹുൽ. എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് സരയു, അവൾ എൻ്റെ മോളാ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോള്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല, സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിയും സരയും അകത്തേക്ക് പോവുക. ഈ സമയം മനോഹർ, അമ്മായിയച്ചോ, പ്രശ്നം വഷളാവുമെന്ന മട്ടുണ്ടല്ലോ. ദേ മനോഹറെ, നീ വെറുതെ മനുഷ്യൻ്റെ സമാധാനം ഇല്ലാതാക്കരുത്. ഞാൻ സമാധാനമൊന്നും ഇല്ലാതാക്കില്ല. എനിക്ക് രൂപാൻ്റിയുടെ സ്വത്തിൽ പാതി കിട്ടിയാൽ പിന്നെ ഞാനിവിടെ നിന്ന് പോകും. അങ്കിളിന് ഒരു സമാധാനക്കേടും ഞാനായിട്ട് ഉണ്ടാക്കില്ല. പക്ഷേ ദേ ഈ താരയെന്ന് പറയുന്ന സ്ത്രീയായിട്ട് അങ്കിളിന് ഭയങ്കര പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പം തന്നെ താരാൻ്റിയെ ഒന്ന് തള്ളിയിട്ടെന്നും പറഞ്ഞ് കിരണും കല്യാണിയും അങ്കിളുടെ പല രഹസ്യങ്ങളും തുറന്നു പറയുമെന്ന് പറയാൻ പോയി. അതെ, അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അത് അങ്കിളിന് വിനയായി മാറുമല്ലോ അത് അച്ഛന് വിനയായി മാറുമല്ലോ അച്ഛാ എന്നും രാഹുലിനോട് മനോഹർ പറയുക. ഇല്ലടാ, എനിക്കൊരു വിനയായി മാറില്ല. അതിന് തടസ്സമായി നിൽക്കുന്നവർ ആരൊക്കെയാണ് അവരെയൊക്കെ ഞാൻ ഇല്ലാതാക്കും. ആരെ? കല്യാണിയെയോ, ഇല്ലെങ്കിൽ ആ താരയെന്ന് പറയുന്ന സ്ത്രീയോ, അതും അല്ലെങ്കിൽ കിരണിനെയോ, പിന്നെ നിങ്ങളുടെ പെങ്ങളെയോ? അതൊക്കെ കേട്ടത് ആരെയോ അല്ലടാ, കല്യാണി എന്ന് പറഞ്ഞ ആ നാശം പിടിച്ചവളെ. അവളില്ലാതായ കിരണിൻ്റെ തല ഉയർത്തി പിടിച്ചുള്ള നടപ്പങ്ങ് ഇല്ലാതാവും. അവൾ ഉള്ള ധൈര്യത്തിലാണ് അവനിങ്ങനെ നടക്കുന്നത്. കിരണോ? കിരണേ നല്ല ചാങ്കൂറ്റമുള്ള ആണ, മസലും ഉണ്ട് അത്യാവശ്യത്തിന്. അവനെ ജിമ്മൻ ഒരിടി കിട്ടിയ നിങ്ങളൊന്നും ഈ പരിസരത്തുണ്ടാവില്ല. അതുപോലെ തന്നെയാ കല്യാണി. ജിമ്മിനൊന്നും പോയിട്ടില്ലെങ്കിലും അവളുടെ കൈക്ക് നല്ല ആരോഗ്യമുണ്ട്. അത് ദേ നിങ്ങളുടെ ഭാര്യയും മോളും അറിഞ്ഞതാണല്ലോ. അന്ന് അവളുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വന്നതല്ലേ രണ്ടുപേരും. 2 പെണ്ണുങ്ങളുണ്ടായിട്ടും ആ ഒരു പെണ്ണിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒതുങ്ങിപ്പോകുന്നതായിരിക്കും അച്ഛനും മകൾക്കും അമ്മയ്ക്കും നല്ലത്. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് വിചാരമെങ്കിൽ കരുതിയിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അനുഭവിക്കും. അതുമാത്രമല്ല, ഇത്ര പ്രാവശ്യം താര ആൻറ്റി ഈ വീടിൻ്റെ വാതിക്കൽ വന്ന് സരയു അവരുടെ മോളാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. അത് അമ്മയ്ക്ക് സഹിക്കില്ല. അതായത് ശാരി ആൻറ്റിക്ക്, ആൻറ്റിക്കല്ല കേട്ടോ, അമ്മയ്ക്ക്. കാരണം അമ്മയുടെ മനസ്സിൽ ജനിച്ചപ്പോൾ മുതൽ സരയു തൻ്റെ അടുത്ത് കിടന്നിരുന്ന കുഞ്ഞാ. അതുമല്ല, താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണെന്നാണ് അമ്മയുടെ വിശ്വാസം. അങ്ങനെയുള്ളപ്പോൾ അമ്മ ഒരിക്കലും അത് താര ആൻറ്റിയുടെ കുഞ്ഞാണെന്ന് പറയില്ല. പക്ഷേ അവരുടെ മനസ്സിലൊരു സംശയം വരും. നാളെ ഈ സംശയം പ്രശ്നമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ടെസ്റ്റ് എടുക്കണമെന്ന് അമ്മയ്ക്കോ സരയുനോ തോന്നിയാൽ നിങ്ങൾ എന്തു ചെയ്യും? കല്യാണിയെയും കിരണിനെയും വെല്ലുവിളിച്ച് ടെസ്റ്റിന് ഞങ്ങൾ സമ്മതമാണ്, ടെസ്റ്റ് നടത്തി ആ കുഞ്ഞ് എൻ്റേതാണെന്ന് ഞാൻ തെളിയിക്കുമെന്ന് അമ്മ പറഞ്ഞ അച്ഛൻ എന്തു ചെയ്യും എന്നും ചോദിക്കുകയാണ് മനോഹർ. അത് കേട്ടതും രാഹുലിൻ്റെ മനസ്സൊന്ന് പതറി. അത് ശരിയാണല്ലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്തു ചെയ്യും? അതെ, എന്തു ചെയ്യും? അതുകൊണ്ട് അതിനെ തടയുക എന്നുള്ളതല്ലേ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ അങ്ങ് തടയാൻ നോക്കുക. എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ അമ്മായിയച്ഛന് രക്ഷപ്പെടാം. ഞാനെന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും താര എന്ന് പറയുന്ന സ്ത്രീയെ പോയി കാണുക, കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. അതിനുശേഷം അവരുടെ മോളെ അവർക്ക് കാണാനുള്ള അനുവാദം കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരൊരു നല്ല സ്ത്രീ ആയതുകൊണ്ട് അവരൊഴിഞ്ഞു മാറും. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കാൻ അവർ മാറി നിൽക്കും. ആര് പറഞ്ഞു?
അവളാ സേനൻ്റെ കൂടെ ചേർന്ന് എൻ്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുക. അമ്മായിയച്ഛൻ സേനൻ്റെ ജീവിതം തകർത്തതല്ലേ, അതുകൊണ്ട് കുറച്ച് നാൾ പിരിഞ്ഞിരുന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാഹുൽ നേരെ രൂപയെ ചെന്ന് കാണുക. രൂപേ, എന്താ ഏട്ടാ? ദേ എനിക്ക് ഒരു സമാധാനം ഇല്ല. എൻ്റെ മനസ്സിന് ആകെ മൊത്തത്തിൽ ടെൻഷനാ. താരയെന്ന് പറയുന്നവൾ വീട് കയറി ഇറങ്ങുക. എന്തിനാ അവൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നത്? അത് പിന്നെ ആ കിരണും കല്യാണിയും കൂടെ പറഞ്ഞു വിട്ടതായിരിക്കും രൂപേ. കിരണിനെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ കല്യാണി അവളാണ് സംസാരശേഷി ഇല്ലാതെ ജനിച്ചവൾ. അങ്ങനെയുള്ളപ്പോൾ ആ താര അവളുടെ അമ്മയായിരിക്കും. എന്നിട്ട് എൻ്റെ സരയുമാണ് അവളുടെ മോളെന്നും പറഞ്ഞുകൊണ്ട് അവളെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. ഇന്ന് രാവിലെ പോലും അവൾ വന്നിട്ടുണ്ടായിരുന്നു. ശാരിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് വയലൻ്റായി. എടാ, സ്വന്തം മോളെ മറ്റൊരുത്തിയുടെ മുൻപിൽ കൊണ്ട് നിർത്തിയ ഏതമ്മയാടാ സഹിക്കുന്നത്? സ്വന്തം മോൾ എത്ര ദുഷ്ടയാണെങ്കിലും ആ മകളെ ഒന്ന് കാണാൻ കൊതിച്ചു വരുന്ന ആ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ സരയുവിനെ പോലെ ഒരു ദുഷ്ടത്തെയായിരുന്നു ആയിപ്പോയി താരയുടെ മകള്. ആ ഒരൊറ്റ സങ്കടം എനിക്കുള്ളൂ. നീ എന്താ രൂപ ആലോചിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. എന്നാലും അവള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? എൻ്റെ മുൻപിൽ അവളെ കണ്ടാൽ ഞാൻ അവളെ ചാട്ടവാറുകൊണ്ട് അടിക്കും, ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അതെ രൂപേ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം നിന്നോട് എടുത്തു പറയാനുണ്ട്. എന്ത് കാര്യം? ഞാൻ പറഞ്ഞല്ലോ, മനോഹറാണ് ഇപ്പോൾ സരയുവിൻ്റെ ഭർത്താവെങ്കിലും മരുമകൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ സരയുമോളോടൊപ്പം ഫോട്ടോയായിട്ട് കണ്ടിരിക്കുന്നത് കിരണിനെയാണ്. അങ്ങനെയുള്ളപ്പോൾ കിരണും സരയും ഒന്നിക്കണം. അത് മാത്രമല്ല, അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. പിന്നെ അതിന് ഒരു തടസ്സമായി നിൽക്കുന്നത് ആ കല്യാണിയാണ്. കല്യാണി എന്ന് പറയുന്നവൾ ഇല്ലാതായാൽ ഉറപ്പായിട്ടും എൻ്റെ സരയുമോള് കിരണിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും. അത് കേട്ടതും അതെങ്ങനെ സമ്മതിക്കും ഏട്ടാ? മനോഹറുള്ളപ്പോൾ അത് നടക്കുമോ? അവനെ ഓടിച്ചു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് നമുക്കവനെ സരയുമുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. അതൊക്കെ കേട്ടുകൊണ്ട് കിരണും കല്യാണിയും പിന്നീന്ന് വരിക. കൈയടിച്ചുകൊണ്ടുള്ള അവരുടെ വരവ് കണ്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ് രാഹുൽ. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.